ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസിനെ പറ്റി പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോഫോറസിസിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇലക്ട്രോഫോറസിസ് എല്ലാം തന്നെ ഏത് ടൈപ്പ് ഇലക്ട്രോഫോറസിസ് എടുത്താലും അതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിൾ വഴിയാണ്. പിന്നെ എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? അതിൽ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയത്തിലാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് ദ സപ്പോർട്ടിംഗ് മീഡിയം. നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയത്തിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ഇതിനെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇലക്ട്രോഫോററ്റിക് മെത്തേഡ്സ് ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പേപ്പർ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയം എന്താണ്? ഫിൽട്ടർ പേപ്പർ ആണ് അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ പേപ്പർ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്യുറസി വളരെ കുറവാണ്. അതായത് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ ഇലക്ട്രോഫോറസിസ് വളരെ റെയർ ആയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ലാബിൽ ഇപ്പം സ്റ്റുഡൻസിനൊക്കെ വെറുതെ ഇലക്ട്രോഫോറസിസ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഫോറസിസ് ആണ് പേപ്പർ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇലക്ട്രോഫോറസിസിനെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് പറയുന്നത്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് ഒരു ജെല്ലാണ്. ജെൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ജെല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് ജെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെല്ലി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ചില കെമിക്കൽസിനെ ഇതുപോലെ ജെല്ലി സ്റ്റേറ്റിലാക്കി വെച്ചിരിക്കും. എന്നിട്ട് അതിനെയായിരിക്കും നമ്മളിവിടെ സപ്പോർട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഈ ജെൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫോറസിസിനെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോർട്ടിംഗ് മീഡിയം എന്താണ്? ജെല്ലാണ്. ഇനി അങ്ങനെ ജെൽ ഇലക്ട്രോഫോറസിസ് പലതരത്തിലുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. പോളി അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് പോളി അക്രിലമൈഡ് ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെല്ല് യൂസ് ചെയ്ത് ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നതിനെയാണ് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് ഏത് ജെല്ലാണ്? പോളി അക്രിലമൈഡ് ജെല്ലാണ്. ഓക്കെ, അപ്പോൾ പോളി അക്രിലമൈഡ് എന്ന് പറയുന്ന കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ. ഓക്കെ, എന്നിട്ട് ഈ ജെല്ലാണ് സപ്പോർട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്ത് ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ഇലക്ട്രോഫോറസിസിനെ നമ്മൾ ഷോർട്ട് ഫോമിലാണ് പറയുന്നത് എപ്പോഴും. ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഇതാണ്, ഇങ്ങനെയാണ്, പേജ് എന്നാണ്. അപ്പോൾ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ഷോർട്ട് ഫോമിലായിരിക്കും ഈ ഇലക്ട്രോഫോറസിസിനെ സാധാരണയായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ഫോം എന്താണ്? പേജ് ആണ്. പേജ് കേട്ടോ. അപ്പോൾ പേജ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സാമ്പിൾ പ്രോട്ടീൻസ് ആണെങ്കിൽ വി വിൽ യൂസ് വിച്ച് ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് മീഡിയം? പോളി അക്രിലമൈഡ് ജെൽ. ഓക്കെ, വിച്ച് ഇലക്ട്രോഫോറസിസ് വിൽ ബി യൂസ് ഫോർ പ്രോട്ടീൻ സെപ്പറേഷൻ? പേജ്. മനസ്സിലായോ? ഇനി അടുത്ത ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ സ്പെല്ലിങ്ങിൽ എ ഒന്ന് മിസ്സിംഗ് ആണ് കേട്ടോ. അഗാരോസ് എന്നാണ്. അഗാരോസ് എന്ന് പറയുന്ന കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട്, അഗാരോസ് എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് ആണ്, അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ജെല്ലിനെ സപ്പോർട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്ത് ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നതിനെയാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഏജ്. ഓക്കെ, അപ്പം ഏജ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ DNA-യും RNA-യും. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ലാർജ് മോളിക്യൂൾസ് ആണ് പ്രോട്ടീൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ ലാർജ് ആയിട്ടുള്ള ഇതുപോലത്തെ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. മനസ്സിലായോ? അഗാരോസിനെ പറ്റി പറയുകയാണെങ്കിൽ അഗാരോസ് എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോളിസാക്കറൈഡ് എടുക്കുന്നത്, അതായത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മെറൈൻ റെഡ് ആൽഗയുടെ സെൽ വാളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ജെലീഡിയം എന്നാണ് ആ ആൽഗയുടെ പേര് കേട്ടോ. അപ്പോൾ ആ ആൽഗയുടെ സെൽ വാളിൽ നിന്ന് എടുക്കുന്ന പോളിസാക്കറൈഡാണ് അഗാരോസ്. ഇനി അടുത്ത ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഡിറ്റർജന്റ് ആയിട്ടാണ്. മനസ്സിലായോ? ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുണിയൊക്കെ നനയ്ക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഡിറ്റർജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കലാണ് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ്. ഈ കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് ആ ജെല്ലിനെ സപ്പോർട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫോറസിസിനെയാണ് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് SDS പേജ്.
ഓക്കെ, അപ്പോൾ ഈ SDS പേജ് സാധാരണയായിട്ട് ചെയ്യുന്നത് ബയോമോളിക്യൂൾസിൻ്റെ വെയിറ്റ് മനസ്സിലാക്കാനാണ്. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സൈസ്. അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിളിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇലക്ട്രോഫോറസിസ് ചെയ്യണം? SDS പേജ് ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്ത ഇലക്ട്രോഫോറസിസ് ആണ് പൾസ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇവിടെ പൾസ് ഫീൽഡ്, പൾസ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ പൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 72 ബീറ്റ്സ് വേണം അല്ലേ ഒരു മിനിറ്റിൽ. അപ്പം ഇവിടെ പൾസ് ഫീൽഡ് എന്നാണ് പറയുന്നത്. ഫീൽഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിനെയാണ്. അപ്പോൾ ഇവിടെ പൾസ് കൊടുക്കും പോലെ ഇടവിട്ട് ഇപ്പോൾ പൾസ് ബീറ്റ് ചെയ്യും പോലെ ഇടവിട്ട് ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്ന ഇലക്ട്രോഫോറസിസ് ആയതുകൊണ്ടാണ് ഇതിനെ പൾസ് ഫീൽഡ് ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇവിടെയും ഒരു ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും മിക്കവാറും പോളി അക്രിലമൈഡോ അല്ലെങ്കിൽ അഗാരോസ് ജെല്ലോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൾസ് ഫീൽഡിലുള്ള വ്യത്യാസം എന്തെന്നാണ് പറയുന്നത്? കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ കറണ്ടിൻ്റെ വ്യത്യാസമാണ്. അതായത് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാതെ ഓരോ റെഗുലർ ഇൻ്റർവെൽസിൽ ബ്രേക്ക് ചെയ്ത് കറണ്ട് പാസ് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ പൾസ് ഫീൽഡ് എന്നുള്ള പേര് ലഭിക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ ഈ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫോറസിസ് ആണ് PFGE എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം ആണിത്. ഈ PFGE യൂസ് ചെയ്യുന്നതും വളരെ ലാർജ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സച്ചസ് ക്രോമസോമൽ DNA. ഓക്കെ, ഇനി അടുത്ത ഇലക്ട്രോഫോറസിസ് ആണ് കാപ്പിലറി ഇലക്ട്രോഫോറസിസ്. കാപ്പിലറി ഇലക്ട്രോഫോറസിസിനെ CE എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസിൻ്റെയും ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയുടെയും ഒരു കോമ്പിനേഷനാണ്. ഇത് യൂസ് ചെയ്യുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇലക്ട്രോഫോറസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പോളി അക്രിലമൈഡും, അതായത് പേജ്, ഏജ് ആൻഡ് SDS പേജ്. ഇത്രയാണ്. ആൻഡ് ഓൾസോ പേപ്പർ ഇലക്ട്രോഫോറസിസ്. അങ്ങനെ 4 ഇലക്ട്രോഫോറസിസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പേപ്പർ ഇലക്ട്രോഫോറസിസിനെ പറ്റി പഠിക്കാം. അപ്പം അതിന് മുൻപായിട്ട് പേപ്പറിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കൂ. പേപ്പർ ഇലക്ട്രോഫോറസിസിൻ്റെ ഇതൊരു പേപ്പർ ഇലക്ട്രോഫോറസിസ് ആണ്. നമ്മൾ പേപ്പർ ഇലക്ട്രോഫോറസിസിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ഇതുപോലത്തെ 2 ബഫർ റിസർവെയേഴ്സ് ആണ്. റിസർവെയർ എന്ന് പറഞ്ഞാൽ ടാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 ടാങ്ക് വേണം. ഈ ടാങ്കിനകത്ത് ഈ 2 ടാങ്കും ഒരേ വോളിയത്തിലുള്ള ടാങ്ക് ആയിരിക്കണം. ഒരേ ഹൈറ്റും ഒരേ വിട്ടും ഒക്കെ ഉള്ള ഒരേ വോളിയമുള്ള ടാങ്ക് ആയിരിക്കണം. അപ്പോൾ ഈ ടാങ്കിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? ബഫർ ഫില്ല് ചെയ്യും. നമുക്ക് വേണ്ട ബഫർ നമ്മൾ ആദ്യം ഇതിനകത്ത് ഇതുപോലെ 3/4 ഫില്ല് ചെയ്യും. ഇത്രയും കണ്ടല്ലോ ഈ പിക്ചറിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന്. ബഫറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ബഫറിനകത്തും ഓരോ റിസർവെയർ അല്ലെങ്കിൽ ഓരോ ടാങ്കിനകത്തും ഇതുപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഒരു ടാങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡും മറ്റേ ടാങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കും കണ്ടോ. ഡിപ്പ് ചെയ്താണ് വെക്കുന്നത്. ഈ ബഫറിനകത്ത് ഇത് ഡിപ്പ് ചെയ്ത് നിൽക്കണം. ഇനി അടുത്ത ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുക. ഈ ബഫർ സൊല്യൂഷൻ ഇതിനകത്ത് ഒഴിക്കുക. ഈ ഫിൽട്ടർ പേപ്പറിൽ ഈ ബഫർ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഈ ഫിൽട്ടർ പേപ്പറിനെ നന്നായിട്ട് വെറ്റ് ചെയ്യണം, അതായത് മോയിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, മോയിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അപ്പം ഈ നല്ല നനവ് തട്ടുമ്പോൾ ഈ ഫിൽട്ടർ പേപ്പറിൽ ആ ബഫർ സൊല്യൂഷൻ്റെ നനവ് നന്നായിട്ട് കയറും. ഓക്കെ, അപ്പം നനവ് കയറുമ്പോൾ നനഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഫിൽട്ടർ പേപ്പർ നനഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അപ്പം നല്ല നനവ് തട്ടിയിട്ട് നനവ് ഉണ്ടായതിനു ശേഷം ഈ ഫിൽട്ടർ പേപ്പറിൻ്റെ ഓരോ വശവും ഓരോ ബഫർ റിസർവെയറിനകത്ത് ഇതുപോലെ ഇമേഴ്സ് ചെയ്ത് വെക്കും. ഇമേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ മുക്കി വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെ 2 കണ്ടോ ഇത് ഫിൽട്ടർ പേപ്പറാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫിൽട്ടർ പേപ്പറിൻ്റെ 2 വശവും ഓരോ ബഫർ റിസർവെയറിനകത്ത് ഇതുപോലെ ഇമേഴ്സ് ചെയ്ത് വെക്കും കണ്ടോ. ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. SPAN സ്പാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ ഫിൽട്ടർ പേപ്പറിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ സാമ്പിൾ സ്പോട്ട് ചെയ്യും, ഇതുപോലെ ഒരു സ്പോട്ടായിട്ട് കണ്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചല്ലോ, ഈ ഇലക്ട്രോഡ് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ടെർമിനലിലും ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സാമ്പിളും കൂടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? കറണ്ട്
പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാമ്പിൾ മോളിക്യൂൾസ് അതിൻ്റെ ചാർജ് അനുസരിച്ച് രണ്ട് ഇലക്ട്രോഡ്സ്, ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെയും നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെയും സമീപത്തോട്ട് അതിൻ്റെ ചാർജ് അനുസരിച്ച് നീങ്ങുന്നു, മൂവ് ചെയ്തിട്ട് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഈ ഫിൽട്ടർ പേപ്പറിൽ തന്നെയായിരിക്കും. ഇതുപോലെ മൂവ് ചെയ്ത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ എത്രത്തോളം അടുത്തെത്താമോ അത്രത്തോളം അടുത്തെത്തി നിൽക്കും. അടുത്തെത്താറാവുമ്പോൾ, അതായത് ഇതിങ്ങനെ ഏകദേശം അടുത്തെത്തി ഈ ഫിൽട്ടർ പേപ്പറിൻ്റെ മുക്കാലിടം, ഫിൽട്ടർ പേപ്പറിൻ്റെ മുക്കാലും ഈ പറയുന്ന സാമ്പിൾ മോളിക്യൂൾസ് എത്തിയെന്ന് നമുക്ക് തോന്നുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇങ്ങനെ എത്തി ഏകദേശം ഫിൽട്ടർ പേപ്പറിൻ്റെ 3/4 ഇതുപോലെ ഇത് റൺ ചെയ്തെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പവർ സപ്ലൈ അങ്ങ് ഓഫ് ചെയ്യുന്നു. പവർ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സാമ്പിള് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളേഴ്സും കൂടെ ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് ഡൈ ആഡ് ചെയ്യും ഈ സാമ്പിളിൻ്റെ കൂടെ. അപ്പം ഡൈ ആഡ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇതുപോലെ സെപ്പറേറ്റഡ് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് പേപ്പർ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പേപ്പർ ഇലക്ട്രോഫോറസിസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഒന്നും കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫിൽട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. വെറും ഫിൽട്ടർ പേപ്പർ അല്ല, അല്ലെങ്കിൽ ഡ്രൈ ഫിൽട്ടർ പേപ്പർ അല്ല, പകരം എന്താണ്? വെറ്റഡ് ഫിൽട്ടർ പേപ്പറാണ്. വെറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ബഫർ സൊല്യൂഷൻ കൊണ്ടായിരിക്കും വെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വെറ്റ് ചെയ്ത് ഈ ഫിൽട്ടർ പേപ്പറിനെ നമ്മളൊരു സപ്പോർട്ടിംഗ് മീഡിയമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു. ഫിൽട്ടർ പേപ്പറിൻ്റെ രണ്ട് വശവും രണ്ട് റിസർവെയറിനകത്ത് ഇതുപോലെ ഇമേഴ്സ് ചെയ്ത് നിർത്തും. ഈ റിസർവെയറിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? ബഫർ സൊല്യൂഷൻ ഫില്ല് ചെയ്യും. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ സാമ്പിളിനെ ഈ ഫിൽട്ടർ പേപ്പറിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് സ്പോട്ട് ചെയ്യും. എന്നിട്ട് റിസർവെയറിനകത്ത് രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ചാർജ്ഡ് പാർട്ടിക്കിൾസ് സാമ്പിളിനകത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. മൂവ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റഡ് ആവുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് പേപ്പർ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇതാണ് പേപ്പർ ഇലക്ട്രോഫോറസിസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ. എനിവേ, താങ്ക്സ് അ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻസ് ലിസണിംഗ് ആൻഡ് കോപ്പറേഷൻ. താങ്ക് യു. അടുത്ത ക്ലാസ്